ടൈം കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നേ. ഓക്കെ, അപ്പോൾ അലഫ് നോട്ടിനേക്കാൾ കൂടുതലുള്ള കാർഡിനാലിറ്റീസിനെയാണ് നമ്മൾ അലഫ് 1 അല്ലെങ്കിൽ അലഫ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അലഫ് 1 അലഫ് 2 ആണ് കേട്ടോ, ഞാൻ പോലെ ഒന്ന് എഴുതാനുള്ള സൗകര്യത്തിന് എഴുതിയേക്കുന്നതാണ്. സോ നമുക്ക് അലഫ് 1 കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. ഫസ്റ്റ് സെറ്റ് അൺകൗണ്ടബിൾ സെറ്റുകളെയാണ്. അതിന് എക്സാമ്പിൾസ് ആണ് പവർ സെറ്റ് ഓഫ് n, then arbitrary union, finite products of sets having cardinality അലഫ് 1. അലഫ് 1 കാർഡിനാലിറ്റി ഉള്ളവരുടെ ആർബിട്രറി യൂണിയനോ ഫൈനൈറ്റ് പ്രൊഡക്റ്റോ എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ കാർഡിനാലിറ്റി അലഫ് 1 തന്നെയായിരിക്കും. കാർഡിനാലിറ്റി ഓഫ് r⁻n, r² r³ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാർഡിനാലിറ്റീനെ നമ്മൾ അലഫ് 1 ആയിട്ടാണ് പറയുക. സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ്, സെറ്റ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ്, സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ഇതെല്ലാത്തിൻ്റെയും കാർഡിനാലിറ്റീസിനെ നമ്മൾ അലഫ് 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതെ, അലഫ് 2 കുറച്ചും കൂടി കൂടിയ നമ്പർ എന്നാണ് നമ്മൾ പറയുക. അതായത് ആറിൻ്റെ പവർ സെറ്റ് പി ഓഫ് ആറും പി ഓഫ് ആറും തമ്മിലൊരു ബൈജക്ഷൻ പറ്റില്ല. കാരണം ആറിൻ്റെ കാർഡിനാലിറ്റി അലഫ് 1ഉം പി ഓഫ് ആറിൻ്റേത് അലഫ് 2 ആയിരിക്കും. അതുപോലെ സെറ്റ് ഓഫ് ഓൾ റിയൽ ഫംഗ്ഷൻസ് അലഫ് 2 ആയിരിക്കും. 2 അലഫ് 1ന് നമ്മൾ അലഫ് 2 എന്നാണ് പറയുക. ഇതെല്ലാം അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പം ഈ സെറ്റും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. അലഫ് നോട്ട് വരുന്നത് മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? കൗണ്ടബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു കൺസെപ്റ്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? കൗണ്ടബിൾ അൺകൗണ്ടബിൾ കൺസെപ്റ്റ് പറഞ്ഞത്. ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ കൺസെപ്റ്റ് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊന്നും കൂടി ആലോചിക്കാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഉണ്ടാവും കേട്ടോ. കൗണ്ടബിലിറ്റി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ള സെക്ഷനാണ്. ഈ അലഫ് നോട്ട് അലഫ് 1 അലഫ് 2 വെച്ചിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ, ആ ഒരു ടൈപ്പ് വന്നാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്തത് സീരീസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സീരീസ് എന്ന് പറയുന്ന സെക്ഷൻ കൺവർജൻസ്, ഡൈവർജൻസ്, ദെൻ ഓൾട്ടർനേറ്റിംഗ് വരുമ്പോൾ അതിൻ്റെ കൺവർജൻസ്, അബ്സല്യൂട്ട് കൺവർജൻസ്, കണ്ടീഷണൽ കൺവർജൻസ്, ഇതൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ തിയറി നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പേജായിട്ട് ഡിസ്കസ് ചെയ്യാം. തന്നിരിക്കുന്ന സീരീസ് ഒരെണ്ണം sin n π/2/√n സിഗ്മ, അടുത്തത് സിഗ്മ ലോഗ് 1 + 1/n². ഓക്കെ, അപ്പോൾ രണ്ട് സീരീസുകൾ കിട്ടുമ്പോൾ ഏറ്റവും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈവേർജൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ തന്നിരിക്കുന്ന an എന്ന് പറയുന്നത് 0 ടെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ. സോ ലിമിറ്റ് n →∞, ഇത് നോക്കുകയാണെങ്കിൽ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പൊക്കോളും. സൈൻ ബൗണ്ടഡ് ആണ്. സോ ഒരു ബൗണ്ട് ബൈ ഇൻഫിനിറ്റി അത് 0 പൊക്കോളും. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഇത് ഇതാണെന്നുണ്ടെങ്കിൽ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ലോഗ് 1 ആവും, അത് 0 ആണ്. അപ്പോൾ അവിടെയും പ്രശ്നമില്ല. ഡൈവേർജൻസ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് സീരീസിൻ്റെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡിറിച്ലെറ്റ് ടെസ്റ്റും രണ്ടാമത്തേൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റുമാണ്. ഡിറിച്ലെറ്റ് ടെസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടത് ഒരു an ഉണ്ട്, ഒരു bn ഉണ്ട്, bn ആണ്, an ഉണ്ട്, bn ഉണ്ട്. an എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കണം, ടെൻസ് ടു 0 ആയിരിക്കണം. bn എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സിഗ്മ an × bn എന്ന് പറയുന്നത് കൺവർജൻ്റ് എന്നുള്ളതാണ് ഡിറിച്ലെറ്റ് ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം sin nπ/2, ഒരെണ്ണം 1/√n അതെടുക്കാം. അപ്പോൾ 1/√n സംബന്ധിച്ച് ഡിക്രീസിങ് ആണ്, ടെൻസ് ടു 0 ആണ്. sin nπ/2നെ സംബന്ധിച്ച് സൈൻ എന്ന് പറയുന്നത് -1ൻ്റെ 1ൻ്റെ ഇടയ്ക്കേ കിടക്കുള്ളൂ. സോ അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. സോ an × bn എന്ന് പറയുന്നത് കണ്ടീഷൻ, ഡിറിച്ലെറ്റ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കൺവർജൻ്റ് ആയിരിക്കും. അതായത് sin nπ/2/√n എന്ന് പറയുന്ന ഈ സീരീസ് കൺവർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. എ ഡൈവർജൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാം. അടുത്തത് ബി എന്ന് പറയുന്നതിൽ ലോഗ് 1 + 1/n² ആണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ലോഗ് 1 + 1/n² നോക്കാനായിട്ട് നമ്മൾ an ആയിട്ട് നമ്മുടെ ലോഗ് 1 + 1/n² എടുത്തു, bn ആയിട്ട് 1/n² എടുത്തു. നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ വെച്ചിട്ട് an/bn ചെയ്യുമ്പോൾ ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കണം.
അപ്പോൾ ഇവിടെ ലോഗ് 1 + 1/n² വരും. അപ്പോൾ ഇതിനെ നമുക്ക് n² ലോഗ് 1 + 1/n² എന്ന് എഴുതാം. ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഈ n² നമുക്ക് മേളിലേക്ക് കൊണ്ടുപോകാം. സോ ലോഗ് 1 + 1/n² പവർ n² എന്ന് വരും. ഈ ഇതെന്താണ് ലിമിറ്റ്? 1 + 1/n² റേസ് ടു n². ഇങ്ങനെയാണ് ലിമിറ്റ് വരിക. 1 + x/n റേസ് ടു n എന്ന് പറയുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് കൺവേർജസ് ടു e റേസ് ടു x ആണ്. ഇവിടെ എന്നിന് പകരം n² വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, എക്സിന് പകരം 1 വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇത് ഈ ഒരു പോർഷൻ കൺവേർജ് ചെയ്യുന്നത് e റേസ് ടു 1 ലോഗ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ ലിമിറ്റ് കമ്പാരിസൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് an/bn എന്ന് പറയുന്ന ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഒരു നോൺ സീറോ വാല്യൂവിലോട്ട് ഫൈനൈറ്റ് വാല്യൂവിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ 1/n² എന്ന് പറയുന്ന സീരീസ് സിഗ്മ 1/n² ബിഹേവിയർ എന്താണോ അത് തന്നെയായിരിക്കും സിഗ്മ ലോഗ് 1 + 1/n² ബിഹേവിയറും. അപ്പോൾ പി സീരീസ് അനുസരിച്ചിട്ട് നമുക്കറിയാം സിഗ്മ 1/n⁻p എന്ന് പറയുന്നത് p > 1 കൺവേർജൻ്റ് ആണ്, p <= 1 ഡൈവേർജൻ്റ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 1/n² ആണ്, p > 1 ആണ്. സോ ഇത് കൺവേർജൻ്റ് ആണ്. സോ ലിമിറ്റ് കമ്പാരിസൺ വെച്ചിട്ട് ഇതും കൺവേർജൻ്റ് ആണ്. അപ്പോൾ ബോത്ത് ദ സീരീസ് ആർ കൺവേർജൻറ്റ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻഡ് ഓപ്ഷൻ ബി ഈസ് റോങ്. ഓക്കെ, ദെൻ അടുത്തതും സീരീസ് എന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ടൈപ്പ് സീരീസ് അല്ല, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവ് ടേംസ് അല്ല, ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും വരുന്ന സീരീസിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ലിബ്നിറ്റ്സ് ടെസ്റ്റ് ആണ്. ലിബ്നിറ്റ്സ് ടെസ്റ്റിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് a എന്ന് എടുക്കാം. ഈ ഒരു ടേം എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്, ടെൻസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. സീരീസ് കൺവേർജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ √n+1 - √n പറ്റിയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ √n+1 - √n എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണോ ടെൻസ് ടു 0 ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ √n+1 - √n നമുക്കൊരു കാര്യം ചെയ്യാം. മേളിലും താഴെയും ഇതിൻ്റെ ഒരു കോഞ്ചുഗേറ്റ് റാഷണൽ കോഞ്ചുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √n+1 + √n വെച്ചിട്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇത് a - b × a + b ആയി, a² - b² ആയി. അപ്പോൾ n+1 - n n കട്ട് ചെയ്ത് പോയിട്ട് 1 വരും. താഴെ നമുക്ക് √n+1/√n കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വേഗം തന്നെ കണ്ടാൽ മനസ്സിലാവും n കൂടുന്തോറും ഈ ഒരു ടേം കൂടി വരും. സോ മൊത്തത്തിൽ ഡിക്രീസിങ് ആണ്. അതുപോലെ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. സോ മൊത്തത്തിൽ 0 പോകും, ടെൻസ് ടു 0 ആണ്. സോ നമ്മുടെ ലിബ്നിറ്റ്സ് റൂൾ അനുസരിച്ചിട്ട് എന്താണ് ഇത് കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻ ബി വേണമെങ്കിൽ കറക്റ്റാന്ന് പറയാം, പക്ഷെ ബി പാർട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ ഒരു കണ്ടീഷണലി കൺവേർജൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് മൊത്തത്തിൽ പ്ലസ് മൈനസ് ഒന്നും അല്ലാണ്ട് ഫുൾ പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് കൺവേർജൻ്റ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ -1n+1 നമുക്ക് ഉണ്ടാവില്ല അബ്സല്യൂട്ട് കൺവേർജൻസിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു ടേം മാത്രം an ആയിട്ട് എടുക്കുന്നു. കൺവേർജൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാവുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം an നമുക്കിതുപോലെ എഴുതാം. ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു √n പുറത്തേക്ക് എടുക്കുവാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊട്ട് മുന്നേ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് കമ്പാരിസൺ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ bn ആയിട്ട് 1/√n എടുത്തു. അങ്ങനെയാണെങ്കിൽ an / bn ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ √n കട്ട് ചെയ്ത് പോവും. ബാക്കി 1/√1 + 1/n + 1 എന്ന് കിട്ടും. അതാണ് നമ്മുടെ an / bn.
ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n 0 പോകും. സോ ഇത് മൊത്തത്തിൽ 1/2 പോകും, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ എന്താണോ BN സിഗ്മ BNന്റെ ബിഹേവിയർ, അതായത് സിഗ്മ BN എന്ന് പറഞ്ഞാൽ സിഗ്മ 1/√n ബിഹേവിയർ എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ സിഗ്മ ANന്റെ ബിഹേവിയർ എന്ന് പറയുന്നതും. പക്ഷേ സിഗ്മ 1/√n എന്താണ്, പി സീരീസ് വെച്ചിട്ട് ഇവിടെ n⁻²² ആണ്, >1 ആണ്. സോ ഇത് ഡൈവേർജൻ്റ് ആണ്. സോ ഈ സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും, അതായത് ഇതെന്താവില്ല, അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആവില്ല. സോ തന്നിരിക്കുന്ന സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, സീരീസ് കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ കൺവേർജൻ്റ് ആണ്, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലാത്ത സീരീസുകളെ നമ്മൾ എന്ത് പറയും, കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയും. സോ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കണ്ടീഷണലി കൺവേർജൻ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് സീരീസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഏത് ടെസ്റ്റ്, ഡൈവേർജൻസ് ടെസ്റ്റ്. ഡൈവേർജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് AN ≠ 0 ആണെങ്കിൽ സിഗ്മ AN ഡൈവേർജസ് ആയിരിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ ആണ് cos 1/n. cos 1/n എന്ന് പറയുന്നത് ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി cos 0 പോകും, =1 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതുപോലെ വരുന്ന ടെസ്റ്റുകൾ. മെയിൻ ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ടെസ്റ്റുകളാണ്. നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് എളുപ്പം. സോ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത് AN BN രണ്ട് സീക്വൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. AN >= BN ആണ്. അങ്ങനെയാണെങ്കിൽ വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ചെറിയ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അതുപോലെ ചെറുത് ഡൈവേർജൻ്റ് ആണെങ്കിൽ വലുതും ഡൈവേർജൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ല കേട്ടോ, ഓരോ ഇംപ്ലിക്കേഷൻസേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ടെസ്റ്റ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ഫംഗ്ഷനേക്കാൾ എപ്പോഴും ചെറുതാണ് അല്ലേ. log n >= n ആണ്. ഏറ്റവും സ്പീഡ് കൂടുതൽ എക്സ്പൊണൻഷ്യലിനാണ്, എന്നിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും e⁻n ഉണ്ടാവുക. സോ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n >= 1/log n എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ചെറുത് സിഗ്മ 1/n പി സീരീസ് വെച്ച് ഡൈവേർജൻ്റ് ആണ്. സോ സിഗ്മ 1/log n ഡൈവേർജൻ്റ് ആയിരിക്കും. ജസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് വേഗം ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ലിമിറ്റ് കമ്പാരിസൺ ഇപ്പോൾ ആദ്യമേ പറഞ്ഞു, AN/BNന്റെ ലിമിറ്റ് L ആണ്. L ഒരു നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ANനും BNനും സെയിം ബിഹേവിയർ ആയിരിക്കും. L 0 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇംപ്ലിക്കേഷനേ ഉള്ളൂ. സിഗ്മ BN കൺവേർജ് ചെയ്യുവാണെങ്കിൽ സിഗ്മ AN കൺവേർജ് ചെയ്യും. L ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ സിഗ്മ BN ഡൈവേർജ് ചെയ്താൽ സിഗ്മ AN ഡൈവേർജ് ചെയ്യും. അടുത്തത് നമ്മൾ ഡിഗ്രി ലെവലിൽ മുതൽ പഠിക്കുന്ന ടെസ്റ്റുകളാണ് റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് AN+1/ANന്റെ ലിമിറ്റ് L ആണെങ്കിൽ L >1 സീരീസ് കൺവേർജൻറ്റ്, >1 ഡൈവേർജൻറ്റ്, =1 ടെസ്റ്റ് ഫെയിൽ. റൂട്ട് ടെസ്റ്റിൽ നമ്മൾ AN⁻1/nന്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. സെയിം റിസൾട്ട് തന്നെ റേഷ്യോ ടെസ്റ്റ് പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ടെസ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. റാബീസ് ടെസ്റ്റാണ്. റാബീസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നാണ്. നമ്മൾ റേഷ്യോയും റൂട്ടും പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ്. >1 കൺവേർജ്, >1 ഡൈവേർജ്, =1 ഫെയിൽ. ലോഗരിതത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ലിമിറ്റാണ്. സെയിം ഇതിൻ്റെ തന്നെ റിസൾട്ട് ഫോളോ ചെയ്യും. കണ്ടൻസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് ലെവലിലേക്ക് നമുക്ക് അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. AN എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. ഈ സിഗ്മ ANനും അതുപോലെ തന്നെ ഈ ഒരു ഇതിനും സെയിം ബിഹേവിയർ ആയിരിക്കുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ ANന്റെ ബിഹേവിയർ ഈ ടെസ്റ്റുകളൊന്നും അപ്ലൈ ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ നമുക്ക് വേഗം ഒന്ന് ഈ രീതിക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ചിലപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ടേമിലേക്കൊക്കെ റെഡ്യൂസ് ചെയ്ത് പോന്നേക്കാം. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ ടെസ്റ്റാണ്. ഈ log x/x അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ ANന് പകരം നമ്മുടെ ANന് പകരം n മാറ്റിയിട്ട് നമ്മളതൊരു ഫംഗ്ഷൻ f(x) ആയിട്ട് എടുത്ത് ∫1 to f(x) dx അത് ഇൻഫിനിറ്റി ആണോ ഫൈനൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ സീരീസ് ഡൈവേർജൻ്റ് ആണെന്നും ഫൈനൈറ്റ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്നൊക്കെ പറയാം. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്ന് പറഞ്ഞു. ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ലെബിനിറ്റ്സ് ടെസ്റ്റ് പറഞ്ഞു. എന്താണ് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്നും പറഞ്ഞു. ഓക്കെ, സോ സീരീസ് പ്രോബ്ലം ക്ലിയർ ആയ രണ്ടെണ്ണോ?
പറഞ്ഞ 2 പ്രോബ്ലംസും സീരീസിൻ്റെ ക്ലിയർ ആയോ? അതിൻ്റെ അത്യാവശ്യം തിയറി പറഞ്ഞതും ഓക്കെ. നമുക്ക് നമ്മുടെ അക്കാഡമിയിലുള്ള കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്താം. നിലവിൽ നമ്മുടെ അക്കാഡമിയിൽ HSA, സെറ്റ്, KTET, CTET, HSST, നെറ്റ്, VHSC, LP, UP, സയൻറ്റിഫിക് ഓഫീസർ തുടങ്ങിയ കോച്ചിങ്ങുകളാണുള്ളത്. ഓൺലൈൻ കോച്ചിങ് രംഗത്ത് കേരളത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു അക്കാഡമി തന്നെയാണ് ടോസ് അക്കാഡമി. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കോച്ചിങ്ങിലും നമുക്കൊരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ നെറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് റണ്ണിങ് ആണ്. അതിനകത്ത് നമ്മൾ ക്വിസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സിനെ സംബന്ധിച്ച് ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ HSAയുടെ ആണെങ്കിലും സെറ്റിൻ്റെ ആണെങ്കിലും നെറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കിട്ടുന്ന പ്രോബ്ലംസ് നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാലും നമ്മളത് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തിങ്കിങ് സ്കില്ലും സ്പീഡും കാൽക്കുലേഷൻ സ്പീഡും ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ അത്രയും കാര്യങ്ങളൊന്ന് അറിയിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന PYQ അതിലെ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഒരു സെറ്റ് U ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴൊക്കെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ തോന്നേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. കൂടുതൽ തിയറികളൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ x² - 9x + 18 ≤ 0 ഒപ്പം തന്നെ x² - 7x + 12 ≤ 0 ആകുന്ന ഇത് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മുടെ U. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ഇൻഫിമം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാമല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷനേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഫാക്ടറൈസ് ചെയ്താൽ മതി. x² - 9x + 80 ≤ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x - 3 × x - 6 ≤ 0 എന്ന് വരണം. നെഗറ്റീവ് ആവണം അല്ലേ. നെഗറ്റീവ് ആവുന്ന ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആകുന്ന കേസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3നേക്കാൾ താഴെയുള്ള നമ്പേഴ്സും പറ്റില്ല, 6നേക്കാൾ മേളിലുള്ള നമ്പേഴ്സും പറ്റില്ല. സോ 3നും 6നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് നിൽക്കുകയുള്ളൂ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 to 6 ഉള്ള നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സെയിം പോലെ തന്നെ x² - 7x + 12 ≤ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 3 × x - 4 ≤ സെയിം റീസൺ 3ക്കും 4നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രമാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നും 6നും 3നും 4നും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ രണ്ടും കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഈ ഇൻ്റർവെല്ലിൽ മാത്രമേ ഉള്ളൂ, 3 to 4. ഇതിൻ്റെ ഇൻഫിമം 3 ആണ്, സുപ്രീമം എന്താണ് 4 ആണ്. ഓക്കെ, നമ്മളോട് ഇൻഫിമം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഇൻഫിമം 3 ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഓൺലൈൻ എക്സാമിന് ഇരിക്കുമ്പോൾ കാണണം അല്ലേ. അപ്പോൾ നമ്മൾ ഏത് പേപ്പേഴ്സാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോയിരിക്കുന്നത്, നമുക്ക് തുടക്കമൊന്നും ഓൺലൈനിൽ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യനൊന്നും അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ചാടിക്കയറി ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ കുറേ നേരം ആലോചിച്ച് അതിനുള്ള ടൈമൊന്നും കളയാൻ നിൽക്കരുത്. ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കിടക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാനുള്ളൊരു ടൈം നമുക്ക് ആവശ്യമുണ്ട്. സോ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരു നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ 3 മാർക്കും പോവുകയാണ് അല്ലേ. നമുക്കിത് കാണുവാണെന്നുണ്ടെങ്കിൽ 3 മാർക്ക് എന്തായാലും കിട്ടാവുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചാടിക്കയറി ആൻസർ ചെയ്തുകൊണ്ടിരിക്കരുത്, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത്. അടുത്തത് പ്രോബ്ലം അല്ല, ലിമിറ്റ് ഇൻഫിമം, ലിമിറ്റ് സുപ്രീമം. ഈ കൺസെപ്റ്റുകൾ വെച്ചിട്ട് മിക്കവാറും നമ്മളോട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ലിമിറ്റ് ഇൻഫിമത്തിനെയും ലിമിറ്റ് സുപ്രീമത്തിനെയും നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ കുറച്ച് റിസൾട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മിക്കവാറും നമ്മളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ് ഇൻഫിമവും സുപ്രീമം വെച്ചിട്ട്. ഒരു സീക്വൻസ് തരുമ്പോൾ ഈ ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ നമുക്കൊന്ന് ആലോചിക്കാൻ പാകത്തിന് എങ്ങനെ മനസ്സിലാക്കാം ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എന്ന് പറയുന്നത് AN, A1, A2, A3 അങ്ങനെയാണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ M1 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സുപ്രീമം ഓഫ് A1, A2, A3 അങ്ങനെ. അതായത് ആദ്യം മുതലുള്ള ടേംസിൽ സുപ്രീമം ഒന്നില്ലെങ്കിൽ നമുക്ക് മാക്സിമം ഒന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ A1, A2 അങ്ങനെ പോകുന്നതിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും M1. ഓക്കെ, ദെൻ M2 എന്ന് പറയുന്നത് രണ്ടാമത് മുതൽ തുടങ്ങുമ്പോൾ ഉള്ള നമ്പേഴ്സിൽ ഏറ്റവും വലുത്, അല്ലെങ്കിൽ അതിൻ്റെ സുപ്രീമത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, M2. ദെൻ
M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് മുതലുള്ള നമ്പേഴ്സ് നോക്കുമ്പോൾ അതിൽ വലുത്, അതാണ് നമ്മുടെ M3. ഇങ്ങനെ ഇത് എങ്ങോട്ടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ, അപ്പോൾ ഇതിനെ ഇങ്ങനെ ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഒരു ടേം എങ്ങോട്ടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലിമിറ്റ് സുപ്രീമം. സെയിം പോലെ തന്നെ സ്മോൾ m1 എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നോക്കുമ്പോൾ ഏറ്റവും ചെറുതിനെ അല്ലെങ്കിൽ ഇൻഫിമത്തിനെ നമ്മൾ സ്മോൾ m1 എന്ന് പറയും. രണ്ടാമത് മുതൽ നോക്കുമ്പോൾ ഏറ്റവും ചെറുതിനെ നമ്മൾ എന്ത് പറയും? സ്മോൾ m2 എന്ന് പറയും. ദെൻ മൂന്നാമത് മുതൽ നോക്കുമ്പോൾ സ്മോൾ m3 ആയി. ആ വാല്യൂസ് എങ്ങോട്ടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സുപ്രീമം എന്നാണ് പറയുക. എന്നാലും ഇനിയിപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വാല്യൂസ് എങ്ങോട്ടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് അതിന് നമുക്ക് ലിമിറ്റ് ഇൻഫിമം എന്ന് പറയാം. ആക്ച്വലി ലിമിറ്റ് സുപ്രീമത്തിൻ്റെയും ഇൻഫിമത്തിൻ്റെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. -1n എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരുവാണ് അല്ലേ. അപ്പോൾ A1 -1, A2 1, A3 -1 അങ്ങനെ അങ്ങോട്ട് പോവാണ്. ക്യാപിറ്റൽ M1 എന്താണ്? ആദ്യം മുതൽ നോക്കുമ്പോൾ ഏറ്റവും വലുത് എപ്പോഴും 1 ആണ്. M2 എന്ന് പറഞ്ഞാൽ രണ്ടാമത് മുതൽ നോക്കുമ്പോൾ ഏറ്റവും വലുത്, അതും 1 ആണ് അല്ലേ. സോ 1 1 1 വരുള്ളൂ അല്ലേ. ഇങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യുന്നത് 1-ലോട്ടാണ്. അപ്പോൾ ലിമിറ്റ് സുപ്രീം എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ആദ്യം മുതൽ നോക്കുമ്പോൾ ഏറ്റവും ചെറുത് -1, എവിടെ നിന്ന് നോക്കിയാലും ഏറ്റവും ചെറുത് എന്താണ്? -1 ആണ്. സോ ഇത് എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യുന്നത്? -1-ലോട്ടാണ്. സോ ലിമിറ്റ് ഇൻഫിമം എന്തായിരിക്കും? -1 ആയിരിക്കും. ഈ സീക്വൻസിന് 2 ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടാവും, 1ഉം -1ഉം. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല, അതായത് ഇതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ എക്സാമ്പിളിലൊക്കെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ ഈ ലിമിറ്റ് ഇൻഫിമോം ലിമിറ്റ് സുപ്രീമോ ഒക്കെ വെച്ചിട്ട് വരുന്ന എക്സാമ്പിൾസിൽ ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ എടുത്ത് കൗണ്ടർ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും എടുക്കാം. -1n ആയാലും അതുപോലെ 1 + 1/n 1/n ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്തെടുക്കാം? നമുക്ക് അറിയാവുന്ന സീക്വൻസുകൾ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ഓസിലേറ്റിംഗ് ആണോ എന്നൊക്കെ അറിയാവുന്ന സീക്വൻസുകൾ വെച്ചിട്ട് നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 4 റിസൾട്ടുകൾ ഇവിടെ മെൻഷൻ ചെയ്യുവാണ്. an ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ഇൻഫിമം an <= ലിമിറ്റ് ഇൻഫിമം <= ലിമിറ്റ് സുപ്രീമം <= സുപ്രീമം ആയിരിക്കും. അതുപോലെ ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ ഒക്കെ ഫൈനൈറ്റും ആയിരിക്കും. ഇത് -anൻ്റെ കേസിലുള്ള റിസൾട്ടാണ്. ലിമിറ്റ് ഇൻഫിമം ഓഫ് -an എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് സുപ്രീമം ഓഫ് an ആണ്. ലിമിറ്റ് സുപ്രീമം ഓഫ് -an എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് ഇൻഫിമം ഓഫ് an ആണ്. ലിമിറ്റ് ഇൻഫിമം എപ്പോഴും ലിമിറ്റ് സുപ്രീമത്തിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. an-ഉം bn-ഉം പോസിറ്റീവ് ബൗണ്ടഡ് സീക്വൻസുകളാണെങ്കിൽ, ഈ ഓരോ വേർഡ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പോസിറ്റീവ് ബൗണ്ടഡ് സീക്വൻസുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇനിക്വാളിറ്റീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഒരു PYQയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ ഇനിക്വാളിറ്റീസ് വന്നിട്ട് ഏതാ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. 2 ഇൻഫിമം, ദെൻ അത് പ്രൊഡക്റ്റ്, ദെൻ ഒരു ഇൻഫിമവും സുപ്രീമവും വന്നു, ദെൻ ലിമിറ്റ് സുപ്രീമത്തിലേക്ക് പോയി പ്രൊഡക്റ്റിലോട്ട്, ദെൻ രണ്ടും സെപ്പറേറ്റ് സുപ്രീമോ എടുത്തു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഇത് നമ്മുടെ PYQയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് ഏത് ഇനിക്വാളിറ്റിയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് ബൗണ്ടഡ് സീക്വൻസ് തന്നെ എടുത്തിട്ട് വെരിഫൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? തെറ്റായി പോയി ഇനിക്വാളിറ്റി. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സീക്വൻസുകൾ എടുക്കണം എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ബൗണ്ടഡ് സീക്വൻസ് ഒന്നും ആകുമ്പോൾ ഈ എക്സാമ്പിൾ ഒന്നും എടുക്കാൻ പറ്റില്ല, പോസിറ്റീവ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് എടുക്കണമെങ്കിൽ എന്തെങ്കിലും 0 1 0 1 0 1 എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് എടുത്ത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ലിമിറ്റ് ഇൻഫിമോ സുപ്രീമോ കൺസെപ്റ്റ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണോ ലിമിറ്റ് ഇൻഫിമോ സുപ്രീമോ കൺസെപ്റ്റ്? ഓക്കെ, അടുത്തതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോർമുലകൾ അറിഞ്ഞിരുന്നാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർജക്റ്റീവ് മാപ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4 എലമെൻ്റ് ഉള്ള സെറ്റിൽ നിന്നും 3 എലമെൻ്റ് ഉള്ള സെറ്റിലേക്ക് ഉള്ള സർജക്റ്റീവ് മാപ്പുകളുടെ എണ്ണം. ഇപ്പോൾ 1 1 മാപ്പാവാം, 1 2 മാപ്പാവാം. ഇതിൻ്റെയൊക്കെ എണ്ണം എത്രയാണെന്നുള്ളത് നമുക്ക് അടുത്ത തിയറിയിൽ പറയാം. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ്, സർജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മ -1m - i mci i raised to n. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മുടെ m, എന്താണ് നമ്മുടെ n. i എന്ന് പറയുന്നത് ഇവിടെ വേരി ചെയ്യുന്നതാണെന്ന് മനസ്സിലായി.
എം എന്ന് പറയുന്നത് നമ്മുടെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ നമ്മുടെ മാപ്പിംഗ് പറയുന്നത് അതിൽ ഈ സെറ്റ് എന്നും ഈ സെറ്റിൻ്റെ കാർഡിനാലിറ്റിയാണ് എം. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ പറയുന്ന റിസൾട്ടുകളെല്ലാം ഇത് വെച്ചിട്ടായിരിക്കും. ആദ്യത്തെ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എൻ, ഡൊമൈൻ്റേത്, ദെൻ കോഡൊമൈൻ്റെ കാർഡിനാലിറ്റി എം ആയിരിക്കും. അതനുസരിച്ചിട്ടാണ് നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസിന് ഈ ഫോർമുല വന്നേക്കുന്നത്. അപ്പം ഐക്ക് 1, നമ്മുടെ എമ്മിന് 3 കൊടുക്കാം, എന്നിന് 4 കൊടുക്കാം. 4 എലമെൻറ്റിൽ നിന്ന് 3 എലമെൻറ്റിലോട്ടാണ്. അപ്പോൾ ഇത് 4ഉം ഇത് 3ഉം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? -1² 3c1 1⁴. ദെൻ ഐക്ക് 2 കൊടുക്കുക. അപ്പോൾ -1⁴ 3c2 2⁴. ദെൻ ഐക്ക് 3 കൊടുക്കുമ്പോൾ -1⁻, 3c3 3⁴. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെയൊക്കെ ഫംഗ്ഷൻസിൻ്റെ എണ്ണം ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. അപ്പം എയിൽ n എലമെൻസും ബിയിൽ m എലമെൻസ്, എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ഫങ്ഷൻ. എത്ര ഫങ്ഷൻസ് ഉണ്ടാവും എന്നാണ്? m⁻n ഫങ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫങ്ഷൻസിൻ്റെ എണ്ണം നമ്മുടെ ഈ കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളതാണ്. അതെപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് 0, 1 ഉള്ള ഫങ്ഷൻസിൻ്റെ എണ്ണം കൗണ്ടബിൾ ആണോ എന്ന് ചോദിക്കുക എന്ന് വിചാരിച്ചോ. നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് അലഫ് നോട്ട് എണ്ണം ഉണ്ട് അല്ലേ. ഇതിനകത്ത് 2 എണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് 2 എന്താണ്? അലഫ് നോട്ട് ആണ് അല്ലേ. 2 അലഫ് നോട്ട് എന്ന് പറയുന്ന സംഭവം എന്താണ്? അലഫ് 1 ആണ്, അതായത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് MPN. ഓൺ ടു ഫങ്ഷൻസിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു. നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ്, ബൈജക്റ്റീവ് ആവണമെങ്കിൽ എമ്മും എന്നും ഈക്വൽ ആവണം അല്ലേ. സോ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ n⁻⁴ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. ദെൻ ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ട് 1, 1 ആണ്, രണ്ടിൻ്റെയും കാർഡിനാലിറ്റീസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? ഒരു ഓൺ ടു ഫംഗ്ഷനും കൂടി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഫങ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലെ നമ്പർ ഓഫ് ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറിയും അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് മിക്കവാറും തന്നെ ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. കൂടുതലും സി പാർട്ടിലേക്കൊന്നും നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ, കാരണം കറക്റ്റ് നമ്പർ അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സി പാർട്ടിലേക്ക് കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നുള്ളതാണ്. ഈ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഗ്രാഫിക്കലി നമുക്ക് ആ ഒരു കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമുക്ക് PYQൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ഇൻ്റർവെല്ലൊക്കെ മാറ്റി തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതൊന്ന് ഡിസ്കഷൻ എടുത്തത് കേട്ടോ. തരുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റിയാൽ ആ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആലോചിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂണിഫോം കണ്ടിന്യൂറ്റി കേട്ടോ. അപ്പോൾ ഗ്രാഫിക്കലി നമുക്ക് ഈ 3 കൺസെപ്റ്റുകളും കുറച്ചുകൂടി വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ കയ്യിലൊരു ഇൻ്റർവെൽ ഉണ്ട് 0, 1. ദെൻ വേറൊരു ഇൻ്റർവെൽ ഉണ്ട് 1/3 2/3. അപ്പോൾ നമ്മുടെ 0, 1 വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പോർഷനാണ് നമ്മുടെ 1/3 2/3 അല്ലേ. നമ്മുടെ K എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തേക്കുന്നത് 0, 1ൽ നിന്ന് 1/3 2/3 അങ്ങ് കളയുവാണ്. അപ്പോൾ ഈ പോർഷനും 1/3 ഇൻക്ലൂഡിങ് ആണ്. ഈ ഒരു പോർഷനും ആയിരിക്കും നമുക്ക് നമ്മുടെ K എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാകുന്നത്. നടുക്കെന്നുള്ള പോർഷൻ എടുത്തു കളഞ്ഞേക്കുവാണ്. f(x) എന്ന് പറയുന്നത് നമ്മുടെ എക്സിൽ നിന്ന് ഈ K എന്ന് പറയുന്ന സെറ്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? f(x) ആയിട്ട് പറയാം. ഓക്കെ, അതായത് f(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0ൽ നിന്ന് ഈ സെറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, 0ൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ് ഇതിനകത്ത് തന്നെ ഉള്ളതാണ് അല്ലേ. സോ നമുക്ക് 0 തന്നെയായിരിക്കും ഡിസ്റ്റൻസ്. ഈ സെറ്റിൽ ഇതല്ലേ സെറ്റ്, ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു എലമെൻറ്റിന് അതിനകത്തേക്കുള്ള ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നടുക്കുള്ളൊരു പോയിന്റ് 1/2 ആണ്. f(1/2) എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് അല്ലേ. ഇതല്ലേ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. നടുക്കുള്ള പോയിന്റ് ആണ്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. സോ അതായിരിക്കും നമ്മുടെ എന്ത് f(1/2) എന്ന് പറയുന്നത്. അപ്പോൾ 1/2 - 1/3 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ദെൻ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലോ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ നമുക്ക് K എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ കിടക്കുന്നത്,
ഇത്രയും സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടേക്കുള്ളത് എടുക്കണോ അത് ഇവിടേക്കുള്ളത് എടുക്കണോ? ഏറ്റവും ചെറുത് എപ്പോഴും എടുക്കുക ഇൻഫിമോ അല്ലേ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. സോ ഡിസ്റ്റൻസ് ഏതായിരിക്കും എപ്പോഴും? ഈ 2/3 ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു എ ആണെങ്കിൽ 2/3 മൈനസ് എ ആയിരിക്കും നമുക്ക് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ അങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലുണ്ടാവണേ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള എലമെൻറ്റ്സ് നമ്മുടെ കെ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന സെറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നതും നമ്മുടെ കെ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെയും ഡിസ്റ്റൻസ് വിത്ത് കെയു ആയിട്ട് 0 ആയിരിക്കും. കെയിൽ തന്നെയുള്ള ഒരു എലമെൻറ്റ് എടുത്തിട്ട് കെയു ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 1/3 മുതൽ 1/2 വരെയും പോകുമ്പോഴേക്കും ഡിസ്റ്റൻസ് എന്ത് വരും? പോയിന്റ് കൂടി കൂടി വരും. ആ കൂടി വരുന്ന മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് 1/2 മൈനസ് 1/3 വരെ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് 1/2ൽ നിന്ന് ഇപ്പുറത്തേക്ക് പോരും തോറും ഡിസ്റ്റൻസ് എന്ത് വരും? കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കലി എങ്ങനെ കിടക്കും? ഈ ഒരു ഷേപ്പിൽ കിടക്കും അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, കൈ എടുക്കാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫുകൾക്ക് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ്, ഷാർപ്പ് പോയിൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഷാർപ്പായിട്ടുള്ള പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1/3ലും 1/2ലും 2/3ലും എന്താവില്ല? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ 0 മുതൽ 1 വരെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ വരച്ചേക്കുന്നത്. അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓൺ 0, 1 എന്ന് പറയുന്നത് തെറ്റാണ്. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 1/3 2/3 ശരിയാണ്. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 1/2 ശരിയാണ്. നോട്ട് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞേക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ അത് തെറ്റാണ്. സോ ഓപ്ഷൻ ബിയും സിയും ആയിരിക്കും നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇത് സി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റിയലിൽ നിന്ന്. അത്യാവശ്യം ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ്, കൗണ്ടബിലിറ്റിയുടെ പറഞ്ഞു, ദെൻ സീക്വൻസുകളെ പറ്റിയും സീരീസുകളെ പറ്റിയും പറഞ്ഞു, ഡിഫറൻഷ്യബിലിറ്റീനെ പറ്റി പറഞ്ഞു, ദെൻ നമ്പർ ഓഫ് ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു, ലിമിറ്റ് സുപ്രീമം ഇൻഫിമം പറഞ്ഞു. അത്യാവശ്യം കുറച്ച് കൺസെപ്റ്റുകളെങ്കിലും പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഈ പറഞ്ഞതിൽ നിന്ന്? ഡൗട്ടാണോ? കേൾക്കാൻ വയ്യ. ഡൗട്ടാണോ ചോദിക്കുന്നത്? ഷാഹ്ന എന്നാണ് പേര് കാണുന്നത്. ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ ഈ ക്ലാസ്? ഇത്രയും പറഞ്ഞത് നമ്മൾ പറഞ്ഞതിനേക്കാൾ ടൈം ഒരുപാട് കൂടി, എന്നാലും ഇത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായോ? ആരെങ്കിലും ഒരാളൊന്ന് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാമോ? ഓക്കെ, കൺസെപ്റ്റൊക്കെ ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും പഠിച്ചാൽ പോരാ, ഇതിനൊരു അംശമേ ആയിട്ടുള്ളൂ. എന്നാലും എക്സാമിന് വരുമ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ എടുത്തൊന്ന് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയാമോ? ടൈം കൂടിയോണ്ടാന്ന് തോന്നുന്നു കുറേ പേരൊക്കെ ലെഫ്റ്റായി പോയി. ആദ്യം ഉണ്ടായിരുന്നതിൽ പകുതി ആൾക്കാരൊക്കെ ഇപ്പം ഉള്ളൂ. ആരെങ്കിലും ഒരു അഭിപ്രായം കൂടി പറയാമോ? ഓക്കെ, ഇനി ആരും പറയുന്നില്ല എന്ന് തോന്നുന്നു. ആ പറയൂ. അഞ്ചു അല്ലേ? അതെ, കുറഞ്ഞ സമയമാണെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നു എന്താണ് ഇപ്പോ ഈ ഒരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ എടുക്കുക എന്നുള്ളത്. പക്ഷെ അതില് ആണെങ്കിൽ പോലും തന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു. എടുത്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നല്ലതായിരുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റി. നമുക്ക് കുറഞ്ഞ സമയമാണ്, കുറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. നമുക്കറിയാം അല്ലേ, നെറ്റിനെ സംബന്ധിച്ച് അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ. എന്നാലും
ലീനിയർ റിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്പർ വരുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. പിന്നെ വരുന്നത് അബ്സ്ട്രാക്റ്റ് കോംപ്ലക്സിൽ നിന്നാണ്. അത് നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറയുന്ന കൺസെപ്റ്റുകൾ നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും. നമുക്കറിയാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, തിങ്കിങ് സ്കിൽ എന്തായാലും വേണം നമുക്ക്. എന്നാലും കുറച്ചെങ്കിലും റിസൾട്ടുകൾ കിട്ടും കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു.